പ്രിയമുള്ളവരെ, ഞാൻ ഈ യോഗത്തിൽ സ്വാഗതം ആശംസിക്കാൻ നിർബന്ധിതനാകപ്പെട്ടതാണ്. ഇതിൻ്റെ സംഘാടകരൊക്കെ ഒഴിവട്ടം കൂടി പപ്പിടിയും മൊയ്തും ഉൾപ്പെടെയുള്ള അംഗങ്ങളാണ് നേതൃത്വം കൊടുത്ത് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിലും അതുപോലെ ഫേസ്ബുക്ക് കൂട്ടായ്മയിലെല്ലാം അങ്ങനെയാണ് ഈ യോഗം സംഘടിപ്പിക്കാനിടയായത്. എല്ലാവരെയും അറിയിച്ചിരുന്നു. എന്നാൽ കുറച്ചാളുകൾ മാത്രമേ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. വളരെ കുറേ ആളുകൾ ഇന്നലെ മാധവൻ്റെ സംസ്കാര ചടങ്ങിലും വീട്ടിൽ വന്നും അതുപോലെ പാടി വായനശാലയിൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ തറവാട്ട് വളപ്പിൽ നടത്തിയ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യോഗത്തിലേക്ക് പലപ്പോഴും എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. ഇനി കുറച്ച് ആളുകൾ കൂടി വരുമെന്നാണ് പ്രതീക്ഷ. അബ്ദുൽ മുനീറും അതുപോലെ പാടി മാധവനെ ഏകദേശം ഇവിടെ ഇരിക്കുന്നവർ എല്ലാവർക്കും സുപരിചിതരാണെന്ന് എനിക്കറിയാം. 81 ഞാൻ ഈ കാസർഗോഡ് ബിരുദ വിദ്യാർത്ഥിയായിരിക്കുന്നത്. ഇന്ന് CH ഉൾപ്പെടെയുള്ള ഇവിടെ ഏറ്റവും മുതിർന്ന അംഗങ്ങൾ സീനിയർ വിദ്യാർത്ഥികളാണ്. ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്താണ്. ഞാൻ മാധവൻ്റെ ആയിട്ടുള്ള അടുപ്പം വരുന്നത് സംഘടനാ വിദ്യാർത്ഥി രാഷ്ട്രീയമായി ബന്ധപ്പെട്ടാണ്. സഭയുടെ പ്രവർത്തകനായി കോളേജ് സജീവമായിരുന്ന ഘട്ടത്തിൽ മാധവൻ യൂണിറ്റിൻ്റെ സെക്രട്ടറി ആ നിലയിൽ വ്യക്തിപരമായൊരു അടുപ്പം സംഘടനാ തലത്തിനപ്പുറത്തേക്ക് അടുപ്പം കൂടുകയും പിന്നീട് അദ്ദേഹം എൻ്റെ വീട്ടിൽ കരിവടത്തിൻ്റെ വീട്ടിൽ വരികയും ഞാൻ അദ്ദേഹത്തിൻ്റെ പാടിയിലെ വീട്ടിൽ പോവുകയും ചെയ്തു. അങ്ങനെ വീടുമായിട്ടും എൻ്റെ കുടുംബങ്ങളും തമ്മിൽ ആ ബന്ധം മരണം വരെ തുടർന്നു എന്നുള്ളതാണ് സത്യസന്ധമായ വസ്തുത. അതുപോലെ രവി ഞങ്ങളുടെ കൂട്ടായ്മ വ്യക്തിപരമായ ഒരു സർക്കിൾ സൗഹൃദം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ പാടി മാധവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഒരാളായിരിക്കില്ല ഞാൻ. കാരണം എന്നേക്കാൾ വളരെയേറെ അടുപ്പമുള്ള ഒരുപാട് ആളുകൾ സുഹൃത്തുക്കൾ പാർട്ടിയിലും അതുപോലെ വിവിധ സഹപാഠികളും നിലയിലും അതുപോലെ നമ്മുടെ കൂട്ടായ്മകൾ പാടിയെ ഈ അവസാന ഘട്ടത്തിൽ കോളേജുമായി കൂടുതൽ അടുപ്പിക്കുന്നതിൽ നിമിത്തമാകുവാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്. കാരണം ഒരു 2007-2008 കാലത്താണ് കുഞ്ഞുമാവിൻ നടലിൽ എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഈ കൂട്ടായ്മ ഒരു വട്ടം കൂടി എന്ന് പറയുന്ന കൂട്ടായ്മയ്ക്ക് രൂപം കൊണ്ടിടയായി. അതിൽ എനിക്ക് വ്യക്തിപരമായ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ സാധിച്ച ആ ഡോക്യുമെൻ്ററി അവിടെ നിർമ്മാണ നേതൃത്വം കൊടുക്കുവാനും അതിൻ്റെ സംവിധാനവും തിരക്കഥയൊക്കെ എഴുതുവാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് ക്യാമ്പസ് ഫ്രണ്ട്സ് പെട്ടേണിറ്റിയാണ്. 6 പേരുടെ വിദ്യാർത്ഥി ഗ്രൂപ്പായിരുന്നു. അതിൽ മൊയ്തും ജെയിംസും പപ്പടിയും ചേരങ്കയും രവിയും ഞാനും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ടീം. അതിൻ്റെ 2ാം ഘട്ട വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു വട്ടം കൂടി ഉണ്ടാകുന്നത്. നമ്മൾ ആദ്യമായി 75-85 കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളെ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. പക്ഷേ ആ ഘട്ടത്തിൽ മാധവൻ പാടി ഇതിൻ്റെ ഭാഗമായിരുന്നില്ല. പക്ഷേ പിന്നീട് ഈ ഫ്രട്ടേണിറ്റിയുടെ ഭാഗമായിട്ടുള്ള ചില യാത്രകളുടെ ഭാഗമായി അദ്ദേഹം പിന്നീട് ഒരു വട്ടം കൂടി അംഗമാവുകയും അങ്ങനെ വളരെ വേഗത്തിൽ മുഴുവൻ ആ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളുടെ സഹപാഠികളുടെ സുഹൃത്തായി മാറുകയും ഒരുപക്ഷെ എല്ലാ ദിവസവും ഗുഡ് മോർണിംഗ് കൊടുക്കുന്ന ഒരേ ഒരാൾ മാധവൻ പാടിയായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 7-ന് അദ്ദേഹം ആശുപത്രിയിലേക്ക് പോകുന്നത് വരെ, ആശുപത്രിയിൽ കിടന്നും ടെലിഫോൺ കയ്യിലുണ്ടായിരുന്ന സമയം വരെ എനിക്ക് ഉൾപ്പെടെ നമ്മളിൽ പലർക്കും ഒരുപക്ഷെ അത് എല്ലാ ദിവസവും ഗുഡ് മോർണിംഗ് പലപ്പോഴും മാധവൻ അയക്കുന്ന ഗുഡ് മോർണിംഗ് സന്ദേശത്തിന് മറുപടി അയക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. പക്ഷേ മറക്കാതെ നമ്മളെ എല്ലാ ദിവസവും ഉണർത്തുന്ന ഒരാളായിരുന്നു. ധന്യമായ ജീവിതത്തെ എങ്ങനെയാണ് സ്മരിക്കുക എന്ന് ശ്രമിക്കും. വ്യക്തിപരമായി ഒരുപാട് ഇഷ്ടം ഒക്കെ സൂക്ഷിച്ചിരുന്ന വ്യക്തിത്വം. ഞാൻ പറഞ്ഞു വന്നതുപോലെ എന്നേക്കാൾ ഒരു വർഷം കൂടുതൽ അടുപ്പവും സ്നേഹവും സൂക്ഷിച്ച ഒരുപാട് ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവും. പാടി അടിമുടി ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഞാൻ ഊന്നി പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ KSU പ്രവർത്തകനായി കോളേജിലെത്തിയ അദ്ദേഹത്തിന് SFIയിലേക്ക് പിടിച്ചുകൊണ്ടുവരുന്നത് CH യോഗത്തിൽ പങ്കെടുക്കുന്നത്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ദർശനത്തിന് മാറി അടിമുടി കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ അറിയപ്പെടാൻ അദ്ദേഹം ഇഷ്ടപ്പെടുകയും ഏത് പ്രവൃത്തിയിൽ ഇടപെടുമ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വ്യക്തമാവുകയും പ്രത്യേകിച്ച് സാധാരണക്കാരോട്, കഷ്ടപ്പെടുന്നവരോട്, വേദനിക്കുന്നവരോട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ഇവിടെ നമ്മൾ പബ്ലിസിറ്റി കൊടുക്കാത്തൊരു കാര്യം ഒരു വട്ടം കൂടി കൂട്ടായ്മയുള്ള സുഹൃത്തുക്കൾക്കറിയാം. കൂടെ പഠിച്ച ഒരു വിദ്യാർത്ഥിയുടെ വീടില്ലാത്ത അവസ്ഥയിൽ സ്വന്തം സ്ഥലം അതിൽ നിന്നും ഒരു വീതം കൊടുത്ത് അദ്ദേഹം നമ്മുടെ കൂട്ടായ്മയിലെ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ അത് മാധവൻ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടിൻ്റെ ഒരു ജീവകാരുണ്യത്തിൻ്റെ ഒരു നിലപാടിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളതാണ്. അതുപോലെ ഒത്തിരി പേര് ഞാൻ 3 മാസക്കാലം അദ്ദേഹത്തിൻ്റെ അതിഥിയായി ദുബായിലെ കൈരളി ന്യൂസിൻ്റെ ഒരു പ്രോഗ്രാമായി ബന്ധപ്പെട്ട് 3 മാസം ദുബായിലുണ്ടായിരുന്ന സമയത്ത് ഷാർജയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിത്യവും 3 മാസം 87 ദിവസം
ഗസ്റ്റല്ല ഒരു കുടുംബാംഗമായി അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കൂടുതൽ അടുക്കാൻ ആ സമയത്തെല്ലാം ദുബായിലെ എനിക്കറിയാം, ദുബായിലുള്ള പലരും ഇവിടെ വന്നവരുണ്ട്. അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ അവിടുത്തെ ഉന്നതരത്തിലുള്ള ആളുകളുമായിട്ടും സാധാരണക്കാരുമായിട്ടും. അപ്പോൾ ഓരോ ദിവസത്തിൽ അദ്ദേഹത്തെ ജോലിക്കൊപ്പം സാധാരണക്കാരുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഡ്രൈവിങ്ങിനിടയിൽ, ജോലിക്കിടയിൽ, വീട്ടിലുള്ളപ്പോഴൊക്കെ ഇടപെടുകയും അവരെ സഹായിക്കുക, നിരവധി ആളുകൾക്ക് തൊഴിലവസരങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഇടപെട്ടിട്ടുണ്ട്. ആ നിലയിൽ മാധവൻ പാടി സ്വന്തം ജീവിതത്തെ പൂർണ്ണമായി അടയാളപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യൻ എന്ന് പറയാം. എന്തായാലും ജ്വലിച്ചു നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം അസ്തമിച്ചിരിക്കുന്നു. ഒരുപക്ഷെ അവൻ ഭാഗ്യവാനായി. കാരണം ഇത്രയും സുഹൃത്തുക്കളുടെ അന്ത്യ അജ്ഞനികൾ സ്വീകരിക്കാൻ കഴിയാൻ നമുക്കൊക്കെ ഒരുപക്ഷെ കഴിയാതുള്ളൂ. നമ്മളിൽ എത്ര നമ്മളോടൊപ്പം നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ നമ്മളെ കാണുവാൻ അല്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് ലഭിക്കാൻ എത്തുമെന്ന് പറയുകയാണ്. പക്ഷേ പാടി നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ജ്വലിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് പൊലിഞ്ഞു പോയൊരു നക്ഷത്രം, ആ നക്ഷത്രത്തിൻ്റെ ഓർമ്മകൾ തീർച്ചയായിട്ടും നമ്മളിൽ എപ്പോഴും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 5 മിനിറ്റാണ് ഇതിൻ്റെ പ്രധാന സംഘാടകർ എന്ന നിലയിൽ നിശ്ചയിച്ച സമയം. അതിനപ്പുറത്തേക്ക് പോകലും തോന്നുന്നുണ്ട്. അതിൻ്റെ സ്വാഗത പ്രസംഗമൊന്നും തിരിക്കിപ്പിക്കുന്നില്ല. വ്യക്തിപരമായ ആരെയും സ്വാഗതം ചെയ്യുന്നില്ല. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു വട്ടം കൂടി ഇതിൻ്റെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമ്മുടെ 5 മിനിറ്റ് സമയം മാത്രം പരമാവധി നിയന്ത്രിച്ചുകൊണ്ട് സംസാരിക്കണമെന്നാണ്. കുറച്ച് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്ന പേരുകൾ അതിന് പുറമേയുള്ളവർക്കും പിന്നീട് സംസാരിക്കാൻ അവസരം ഉണ്ടാകും. ആർക്കും തങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ ഓർമ്മ, ഈ സ്മരണാഞ്ജലി എല്ലാവർക്കും ഭാഗമാക്കാൻ അവസരം ഉണ്ടാകും. തീർച്ചയായിട്ടും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ആദ്യമായി സംസാരിക്കാൻ ഈ കോളേജിലെ മുൻ പ്രിൻസിപ്പാൾ കൂടിയായിട്ടുള്ള പ്രൊഫസർ ഗോപിനാഥൻ സാറിനെ ക്ഷണിച്ചുകൊള്ളു. ബഹുമാന്യ പ്രിയപ്പെട്ടവരെ, മാധവന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. വളരെയേറെ സൗഹൃദത്തോടുകൂടി ജീവിച്ച കാലഘട്ടം ഈ നാടിൻ്റെ ഒരു നമ്പരമായി മാറി. ഈ നാടിൻ്റെ മാത്രമല്ല, മറുനാട്ടിൽ മാധവന്റെ ആ ചിരിക്കുന്ന മുഖവും സൗഹൃദവും ആർക്കും മറക്കാൻ സാധിക്കില്ല. ഈ ഒരു വട്ടം കൂടി എന്ന കൂട്ടായ്മയുടെ ബ്രിങ്കിൽ നിൽക്കുന്ന ആളാണ് ഞാൻ. 1975 കാലഘട്ടം ഞങ്ങളെ തുടങ്ങിയ 1975-85 എന്ന കാലഘട്ടത്തിൽ എക്സാക്റ്റായിട്ട് ഇല്ലെങ്കിലും അത് തൊട്ട് മുമ്പ് ആയതുകൊണ്ടായിരിക്കണം എന്നെ കൂടി ഒരു കൂട്ടായ്മയിൽ ഉൾപ്പെടുത്തിയത്. ഇപ്പൊ മാധവന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ നമുക്കാർക്കും ആ രീതിയിലുള്ള ഒരു ഇടപെടൽ സമൂഹത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചുവോ എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും മനസ്സിൽ നിൽക്കുകയാണ്. സണ്ണി പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ്ററി നിർമ്മാണ സമയത്തും അതുപോലെ കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ അദ്ദേഹത്തെ അറിയാമായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ുമായിട്ട് മാരിറ്റലായിട്ട് എൻ്റെ ഭാര്യയുമായി ബന്ധം, അനിയത്തിയുടെ ക്ലാസ്മേറ്റ് സീനിയറോ മറ്റോ ആയിരുന്നു മാധവൻ. പക്ഷെ പ്രസീതയും കുടുംബത്തെയും ഒക്കെ അറിയാം, നന്നായിട്ട് ഇടപെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. നേരത്തെ സണ്ണി പറഞ്ഞതുപോലെ തന്നെ ഇടയ്ക്കിടെ എനിക്കും ചില മെസ്സേജുകളൊക്കെ വരാറുണ്ട് അദ്ദേഹത്തിൻ്റെ. അത് ഇപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ തികട്ടി വരികയാണ്. പ്രിപ്പയർ ആൻഡ് പ്രിവെന്റ് rather than prepare and repent. കോവിഡ് കാലത്ത് അദ്ദേഹം എനിക്ക് അയച്ച ഒരു സന്ദേശമാണ്. അതിനുശേഷം എൻ്റെ വിവാഹ വാർഷികത്തിന് അദ്ദേഹം ആശംസകൾ അർപ്പിച്ചിട്ട് കഴിഞ്ഞ നവംബർ മാസത്തിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മാധവൻ പാടിയിൽ അദ്ദേഹത്തിൻ്റെ സഹപാഠിക്ക് വീട് നിർമ്മിച്ച് ഭൂമി അടക്കം സംഭാവന ചെയ്യുന്ന പരിപാടിയിൽ ഞാനും പങ്കെടുക്കുന്നതിനെ വിളിച്ചിരുന്നു.
നമ്മൾ രണ്ടുപേരും പോയിരുന്നു. നിങ്ങളുടെയൊക്കെ ആ ഒരു കൂട്ടായ്മയിൽ ഏറെ സന്തോഷം അനുഭവിക്കുന്ന എനിക്ക് തീർച്ചയായിട്ടും ഒരു വട്ടം കൂടിയുടെ ഭാഗമാക്കാവാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ഓരോരുത്തരെയും പരിചയമുണ്ട്. ചിലപ്പോൾ ഞാനൊരു അധ്യാപകൻ എന്നതുകൊണ്ടാവാം എന്നെ ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് സണ്ണി വിളിച്ചത്. പക്ഷെ തീർച്ചയായിട്ടും അതിനു വേണ്ടി അങ്ങനെ വേണ്ടിയിരുന്നില്ല. നിങ്ങളിൽ ഒരാളായി നമുക്ക് ഈ സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ മാധവൻ നമ്മുടെ മുന്നിലുണ്ട്. അത് ആ ഓർമ്മയെന്നും ഒരു ജ്വലിക്കുന്ന ഓർമ്മയായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മാധവന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. രണ്ടാളും പഠിച്ചു. അന്ന് കൂടെ പഠിച്ച് പലരും ഓർക്കാൻ പോയി പഠിക്കുന്നത്.
ഞാനിതുവരെ ഇതിനെ പോയിട്ടില്ല. എന്നെ വിദേശത്തേക്ക് പോയി ഗൾഫിൽ കൊണ്ടുപോകാൻ ഗൾഫിൽ പോകാത്ത കാസർഗോഡുകാരിൽ ഒരാൾ ഞാനായിരുന്നു. തോന്നുന്നില്ല. പക്ഷേ എന്നെ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ മാറാൻ നിരവധി തവണ ശ്രമിച്ചു. പക്ഷേ പല ഘട്ടങ്ങളാലും നമുക്ക് പോകാൻ പറ്റും. MLA ആയ സമയത്ത് എന്നെ എനിക്ക് പ്രോഗ്രാം കിട്ടി തന്നെ വിളിച്ചു. എന്നിട്ട് പോകാൻ പറ്റാതെ മാധവനെ നഷ്ടമായി. 1977 ഈ കോളേജിലെ ഒരു വിദ്യാർത്ഥിയായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് മാധവൻ്റെ അകാലമായ ദുഃഖവും മനുഷ്യപ്പെടുത്തി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. പ്രിയമുള്ളവരെ, ഇവിടെ ഉള്ള മിക്കവരും മാധവനായിട്ട് നല്ല വ്യക്തിബന്ധം ഉള്ളവരാണ്. ഞാൻ 1980 പാസ് ഔട്ടായി ഇവിടുന്ന് പോയ ഒരു സ്റ്റുഡൻ്റായി. എനിക്ക് തോന്നുന്നത് ഞാൻ ജീവിതത്തിൽ മാധവനെ ഒരു പ്രാവശ്യം മാത്രമേ കണ്ടിട്ടുള്ളതാണ്. ചിലപ്പോൾ ഇവിടെ ഒരു വട്ടം കൂടിയുടെ പരിപാടിക്ക് മാധവൻ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുപോലും എനിക്കറിയില്ല. കാരണം ഞാൻ മാധവനായിട്ട് അങ്ങനെ വലിയ പരിചയമൊന്നും ഇല്ലായിരുന്നു. ഒരു 3-4 വർഷം മുമ്പ് എൻ്റെ മകൻ്റെ വീട്ടിൽ, ഷാദിയുടെ മകൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്ന സമയത്ത് എങ്ങനെയോ അറിഞ്ഞു മാധവനും അതുപോലെ തന്നെ നമ്മുടെ ഇബ്രാഹിം അമ്പിക്കാനെ വീട് തിരഞ്ഞ് എന്നെ കാണാമെന്ന്. അന്ന് ഞാൻ OSCയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഉടൻ തന്നെയാണ്. എന്തോ പഴയ കലാലയത്തിലെ ഇന്നത്തെ OSCയുടെ പ്രസിഡന്റിനെ കാണാം എന്നുള്ള ആൾക്കാർക്ക് വന്നത്. ഒരുപാട് നേരം, ഒരു 1.5-2 മണിക്കൂർ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞ കൂട്ടത്തിൽ ഞാനെന്നല്ല ഞങ്ങൾ രണ്ടുപേരും ഇടതുപക്ഷക്കാരാണ് എന്ന് പോലും പറയുകയുണ്ടായി. പക്ഷെ അതൊന്നും അതിനുശേഷമുള്ള വ്യക്തിബന്ധത്തിൽ ഏത് പക്ഷം ആണ് എന്നുള്ളത് ബാധിച്ചിട്ടേ ഇല്ല. നമ്മളിപ്പോൾ കുറേ ഗ്രൂപ്പ് തുടങ്ങി. ഒപ്പരമുണ്ട്, ഒപ്പരം പ്ലസ് ഉണ്ട്, ഒരു വട്ടം കൂടിയുണ്ട്. എല്ലാ ഗ്രൂപ്പിലും പരസ്പരം അടിയും ഇടിയുമാണ്. രാഷ്ട്രീയം പറഞ്ഞു, പാർട്ടി പറഞ്ഞു, ചിലപ്പോൾ മതം പറഞ്ഞു, ഗോപാലകൃഷ്ണൻ ക്ഷണിക്കുക. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒരു പ്രാവശ്യമെങ്കിലും പാർട്ടിയുടെയോ സ്വന്തം വെച്ച് പുലർത്തുന്ന പ്രസ്ഥാനത്തിന്റെയോ പേരിൽ ആരുമായിട്ടും കലയിച്ചിട്ടില്ല, വാക്കുകൊണ്ട് പോലും എന്ന് ഞാൻ മാധവനെ കുറിച്ച് മനസ്സിലാക്കുന്നു. ഒരുപാട് മെസ്സേജുകൾ എനിക്ക് അയക്കാറുണ്ടായിരുന്നു. പെരുന്നാളിനൊക്കെ വളരെയധികം സ്നേഹത്തോടെ സൗഹൃദത്തോടെ മാധവൻ മെസ്സേജ് അയക്കുമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്നും ഒരു തിരുത്ത്. ഞാൻ മാധവനെ ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യമാണ് കണ്ടത്. ഒന്ന് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് 4 വർഷം മുമ്പും, ഒന്ന് ഇന്നലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ അദ്ദേഹത്തിന് അന്ത്യമായൊന്ന് കാണാൻ ഒന്ന് സാധിച്ചതിൽ എനിക്ക് തീരെ സന്തോഷമില്ലാത്തൊരു കാര്യമാണ്. കാരണം ഞാനത് നമ്മുടെ ഗ്രൂപ്പിൽ കുറിക്കുകയും ചെയ്തു. മാധവൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ആ ചിരിച്ച മുഖം തന്നെ മതിയായിരുന്ന മനസ്സിൽ ഇന്നലെ കാണേണ്ടിയിരുന്നില്ല എന്ന് എൻ്റെ മനസ്സിൽ തോന്നി എനിക്ക്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയ സുഹൃത്ത്, ഞങ്ങളുടെ നാട്ടുകാരൻ കൂടിയ KA മുഹമ്മദ് മുനീർ നമ്മെ കോവിഡ് കാലത്ത് വിട്ടുപോയി. എൻ്റെ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ ഞങ്ങളുടെ കൂടെ പഠിച്ചിരുന്ന നൗഷാദ്, അതുപോലെ തന്നെ MP ഹമീദ്, അവർ രണ്ടുപേരെയും കോവിഡ് കൊണ്ടുപോയി. വലിയ നഷ്ടങ്ങളുടെ കഥയാണ് കോവിഡിൽ പറയാനുള്ളത്. എൻ്റെ സുഹൃത്ത് കുഞ്ഞമ്പ് പറഞ്ഞത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അതിനെ നിസ്സാരമായി തള്ളരുത്. ഒരു നിസ്സാര ഈ ജീവി എന്ന് പറയാമെന്നറിയില്ല, ഈ വൈറസ് നമ്മുടെ എല്ലാവരുടെയും സ്വൈരവും അതുപോലെ സ്വസ്ഥതയും കെടുത്തുന്ന ഒരു സംവിധാനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കഴിയുന്നതും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാരായുക. ഡോക്ടർമാരൊക്കെ ഇവിടെ ഉണ്ട്, മുമ്പതൊക്കെ ഉണ്ട്. പക്ഷേ പലപ്പോഴും ഈ കഴിഞ്ഞ 1 മാസത്തിലേറെയായി ഞാൻ മുംബൈയിൽ നിന്ന് വന്നിട്ട് ഇവിടെ താമസിക്കുന്നു. ഒരു ചെറിയ 1-2 പരിപാടികൾക്കൊഴികെ ഞാൻ അങ്ങനെ പുറത്തിറങ്ങാറില്ലായിരുന്നു. പക്ഷേ മാധവൻ്റെ ഇന്നലെയുള്ള അന്ത്യയാത്ര കാണാനും അതുപോലെ തന്നെ ഇന്ന് അദ്ദേഹത്തിൻ്റെ അനുശോചനത്തിൽ പങ്കെടുക്കാനും നിർബന്ധമായും ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്പസ്വല്പം റിസ്ക് എടുത്ത് വന്നത്. പിന്നെ
കോവിഡ് വാക്സിൻ എടുത്തു എന്നുള്ളൊരു ധൈര്യം കൂടി എനിക്കുണ്ട്. കൂടുതൽ പറയുന്നില്ല. ഈ ചിരിച്ച മുഖം നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാതിരിക്കട്ടെ. നമ്മുടെ സഹപ്രവർത്തകനായിരുന്ന എൻ്റെയൊക്കെ അടുത്ത സുഹൃത്ത് കവി ഈ കോളേജിൽ പഠിപ്പിച്ച ഇബ്രാഹിം ബേരിയ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ ഈ മണ്ണും ഈ വിണ്ണും ഈ കാറ്റലുകളും പിന്നെ ഈ കൊച്ചിലകളും ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട മാധവൻ്റെ സ്മരണകൾ, ഈ കലാലയങ്ങളിൽ ഉണ്ടായിരുന്ന സമയത്തെ സ്മരണകൾ ഓർക്കും എന്നുമെന്നും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിനും അതുപോലെ തന്നെ മുനീറിൻ്റെ ആത്മാവിനും നിത്യശാന്തി ചേർന്നുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. ജയ്. നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ സഖാവ് മാധവട്ടൻ്റെ മരണം നമുക്കൊക്കെ വലിയ വേദനയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് മാധവട്ടനുമായിട്ടുള്ള ബന്ധം ഞാൻ കോളേജിൽ വന്നതിന് ശേഷമാണ്. കോളേജിനകത്ത് ഇവിടെ എല്ലാവരും കൂടെ നമ്മൾ കൂടെ പ്രവർത്തി ബാലൻ പാരാട്ടും അതുപോലെ ജൈവ നടക്കുള്ള ആളുകളുടെയും മാധവട്ടൻ SFIയുടെ നല്ല പ്രവർത്തനാകുകയും ഞങ്ങളൊക്കെ തന്നെ കൂട്ടായിട്ട് ഈ കോളേജിലേക്ക് വരാൻ ഇവിടെയൊക്കെ തന്നെ കാണുമ്പോൾ ഇവിടെ നേരത്തെ ഇരിക്കുമ്പോൾ എനിക്ക് പല ഓർമ്മകൾ വേണമെന്നത്. ഞാനും മാധവട്ടൻ ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ട് SFIയുടെ ബാനറിൽ കോളേജിൽ മത്സരിച്ചിട്ട് അന്ന് മാധവത്തിന് നല്ല സൗഹൃദ ബന്ധമുള്ളതുകൊണ്ട് എനിക്കത്ര സൗഹൃദ ബന്ധങ്ങളില്ല. പക്ഷെ മാധവത്തിന് നല്ല സൗഹൃദ ബന്ധമുള്ളതുകൊണ്ട് മാധവട്ടൻ ജയിക്കുമെന്നായിരുന്നു ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത്. പക്ഷെ ആ ഇലക്ഷനിൽ അന്ന് SFIക്ക് അത്രയും സ്വാധീനമായി. മാധവട്ടൻ ജയിച്ചില്ല, എനിക്ക് ജയിക്കാൻ വേണ്ടി കഴിയില്ല. പക്ഷെ മാധവട്ടൻ നല്ല വോട്ട് അത് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് നല്ല സൗഹൃദവും ഒന്നിച്ച് പ്രവർത്തിച്ച നല്ല അനുഭവവും ആണുള്ളത്. അതിനുശേഷം മാധവട്ടൻ ഗൾഫിൽ പോയതിനു ശേഷം ഏറ്റവും നന്നായിട്ട് ഇവിടെയുള്ള എല്ലാ ബന്ധങ്ങളും നിലനിർത്തുന്നതോടൊപ്പം എല്ലാവരുടെയും നേതാവായിട്ട് അവിടെ മാറാൻ വേണ്ടി കഴിയും. ഇവിടെ നിന്ന് പോകുന്നവർക്ക് ഒരു സഹായമാകാനും അവിടെയുള്ളവർക്ക് ഒരു ലീഡർ എന്നുള്ള രീതിയിലുള്ള സഹായം എത്തിക്കാനൊക്കെ തന്നെ മാധവട്ടൻ നന്നായിട്ട് കഴിയും. ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്നും ഇന്നലെയോ കാണാനുള്ളത്. കാരണം ഒരാൾ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് നാട്ടിലത്ര വലിയ സ്വീകാര്യത ഉണ്ടാകാറില്ല. പക്ഷെ ഇത് വിദേശത്തും നാട്ടിലും ഒരുപോലെ സ്വീകാര്യനാവുകയും എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള സൗഹൃദം എത്രയോ ആളുകൾ ഇന്നലെ വീട്ടിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നാട്ടിലും അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷത്തിൽ ഒന്ന് കാണാൻ എല്ലാവരും എത്തിയത് മാധവട്ടൻ എത്രമാത്രം ഉന്നതനായിരുന്നു എന്ന് കാണിക്കുന്നതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എനിക്കും ഇന്നലെ തോന്നി മാധവട്ടൻ്റെ ആ ചിരിച്ച മുഖം മാത്രമാണ് കണ്ടാൽ മതിയായിരുന്നു. ഇന്നലെ ആ ബോഡി കാണണ്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. എത്രയോ മരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഹൃദയത്തിൽ തട്ടിയ ഏറ്റവും ദുഃഖം തോന്നിയ ഒരു മരണമാണ് മാധവട്ടൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ സംഘടിപ്പിക്കും. ഇല്ലിനി തർക്കം പ്രിയപ്പെട്ട ജീവിതമേ, നിൻ തല്ലേറ്റു മരിച്ചു ഞാൻ സംസ്കരിക്കുമെഞ്ചണം. വട്ടൻകുടിയിലെ മാന്യ സദസ്സിന് നമസ്കാരം. തൻ്റെ 59 കൊല്ലത്തെ 59 കൊല്ലം മാത്രം നീണ്ടു നിന്ന ആ ഐഹിക ജീവിതത്തെ മാധവൻ വിശ്വനായ മനുഷ്യന്റെ അത്താണിയായി നമുക്ക് മുന്നിൽ സമർപ്പിക്കുകയായിരുന്നു. ഒരു പ്രവാസിയായിരുന്നു ഞാൻ, ഇപ്പോഴും ഒരു പ്രവാസിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ പല ആവശ്യങ്ങൾക്കും വേണ്ടി പല വാതിലുകളും മുട്ടി തുറക്കാത്തപ്പോൾ അവസാനമായി എൻ്റെ അവസാനത്തെ ആശ്രയം മാധവനായിരുന്നു. ഏറ്റ കാര്യം ഇത്ര ഭംഗിയായി നിറവേറ്റുന്ന ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറ്റ് ഒരാളും ഇല്ലായിരുന്നു. അതാണ് എൻ്റെ ഷെല്ലിയുടെ വിഖ്യാത വിലാപ കാവ്യമായ അഡോണിസിൽ ഒരു വാക്യമുണ്ട്. ഇൻഹെറിറ്റേഴ്സ് ഓഫ് അൺഫുൾഫിൽഡ് റിനോൺ, പൂർത്തീകരിക്കാത്ത പ്രശസ്തിയുടെ അവകാശികൾ എന്നാണ്. അതായത് മൃത്യു ഒരു
രാപ്പിടിയനെ പോലെ റാഞ്ചിക്കൊണ്ടു പോകുന്ന പ്രതിഭകളെ കുറിച്ചാണ് കവി അങ്ങനെ വിശേഷിപ്പിച്ചത്. ആ പ്രതിഭകളുടെ സ്വർഗീയ അല്ലെങ്കിൽ സ്വപ്ന സിംഹാസനങ്ങളിലാണ് മാധവന്റെ സ്ഥാനം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നമ്മയൊക്കെ നമ്മുടെ ഈ നടത്തങ്ങൾക്ക്, ഇന്നുള്ള ഈ നടത്തങ്ങൾക്ക് ഊർജവും നമുക്ക് അതിനുള്ള ഉന്മേഷവും പകർന്നു തന്ന മാധവൻ ഒരു പക്ഷേ നമ്മുടെ ഓർമ്മകളിൽ എന്നും ഒരു ചുവപ്പ് പിടിച്ച് പ്രകാശം പരത്തിക്കൊണ്ട് നിലനിൽക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. മാധവന്റെയും ഈ പറഞ്ഞ മുനീറിന്റെയും എനിക്ക് പരിചയമില്ല. മാധവനെ നിനക്ക് കോളേജിൽ വെച്ച് തന്നെ പരിചയം, പിന്നെ അങ്ങോട്ട് മാസിൽ കൂടെ, ഇന്ത്യൻ അസോസിയേഷനിൽ കൂടെ, പലവിധ ഈ സംഘടനകളിൽ കൂടെയുള്ള പരിചയമാണ്. മുനീറിന് അത്ര പരിചയമില്ല, ആരെന്നും അറിയില്ല. എന്നാലും രണ്ടുപേരുടെയും പാവന സ്മരണകൾക്ക് മുന്നിൽ ഒരു പിടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമസ്കാരം. നമസ്കാരം. മാധവനെ വളരെ ചുരുങ്ങിയ കാലത്തെ പരിചയമേ എനിക്കുള്ളൂ. പക്ഷേ ചുരുങ്ങിയ കാലമാണെങ്കിലും അത് ഒരാഘാതമായ ബന്ധത്തിൻ്റെ ഒരു ഇഴയടുത്ത് ഞങ്ങൾ തമ്മിൽ വന്നുപോയിരുന്നു. പതിവ് പോലുള്ള ഗുഡ് മോർണിംഗ് മെസ്സേജുകൾ മാത്രമല്ല, മറ്റൊരാളുടെ ഉന്നതിയിൽ, മറ്റൊരാളുടെ സന്തോഷത്തിൽ ഇത്രയും മനസ്സുകൊണ്ട് സ്വയം സന്തോഷിക്കുന്ന വേറൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. ആ ഒരു മനുഷ്യൻ്റെ ഉന്നതിയിൽ ഒരു പിടി മണലെങ്കിലും അയാളുടെ കാലിൽ ഒന്നങ്ങോട്ട് തിരികെ കൊടുത്ത് അയാൾ ഒരു പടി ഉയർത്താൻ സാധ്യമാവുകയാണെങ്കിൽ ആ മാധവൻ്റെ മനസ്സിൻ്റെ സായുജ്യം അപാരമായിരുന്നു. കാരണം അതനുഭവിച്ചനാണ് പലപ്പോഴും. കാരണം എൻ്റെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും എവിടെയെങ്കിലും വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ മാധവൻ നേരിട്ട് വിളിച്ച്, നിന്നോടല്ല എനിക്ക് പറയേണ്ടത്, നീ നിന്റെ മക്കളോടാണ്, ഇവിടെ പോകണം അവിടെ എന്നാ മാധവനെ കൽപ്പിക്കുക. അത് മാധവന് മാത്രമേ കഴിയൂ, നമുക്ക് ആർക്കും അത് കഴിയില്ല. ഇപ്പോഴും എൻ്റെ കുട്ടികൾ ചോദിക്കുന്നത് എന്താണ്, ശ്രേയ ചേച്ചി എങ്ങനെയാണ്, പ്രസീത എങ്ങനെയാണ് എന്ന് ചോദിക്കുന്ന തലങ്ങളിലേക്ക് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ആ ബന്ധം വളർത്തിയെടുക്കാൻ മാധവന് കഴിയുന്നു. ഞാൻ എടുത്ത് ഒന്ന് വിദേശത്ത് പോയിരുന്നു. അതായത് കഴിഞ്ഞ നവംബർ 2016 ഒക്ടോബർ 30 ഞാൻ അവിടെ ഇറങ്ങുന്നു. അപ്പോൾ എന്നെ സ്വീകരിക്കാനായി എൻ്റെ സണ്ണിലോ വന്നിരുന്നു. എന്നെ സ്വീകരിക്കാൻ വന്ന സണ്ണിലോ അത്ഭുത പരതന്ത്രനായി നിൽക്കുകയാണ്. കാരണം മാധവൻ്റെ കയ്യിലാണ് എല്ലാ റോളും. മാധവനും ബാക്കി വട്ടംകുടികളും കൂടി എന്നെ സ്വീകരിക്കുകയാണ്. പുള്ളി മാറി നിൽക്കുകയാണ്. അപ്പോൾ മാധവനാണ് എൻ്റെ മരുമകൻ്റെ പേര് പറഞ്ഞ് വിളിച്ചു വിളിക്കുന്നത്. നീ ഞങ്ങളെ കൂട്ടത്തിലാണ്, നീ ഇങ്ങോട്ട് വാടോ. അത് പറയാനുള്ള ആ ആത്മബന്ധം പുലർത്തുന്ന, നമ്മുടെ ഓരോരുത്തരോടും ആ ആത്മബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് മാധവൻ. അങ്ങനെ ഇത് എൻ്റെ മരുമകനെ കൂടെ കൂട്ടുകയും അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് പോയി ഭക്ഷണം ചെയ്തു. അന്ന് രാത്രി ഞാൻ ആരിഫിൻ്റെ റൂമിലായിരുന്നു കിടന്നത്. അന്ന് രാവിലെ ഞങ്ങൾ സുബഹി നിസ്കരിച്ച് കഴിഞ്ഞ് അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആരിഫിൻ്റെ ഭാര്യയുടെ ഉമ്മ മരിക്കുന്നത്. ആരിഫ് വല്ലാതെ വേദാറിലാണ്, വിഷമത്തിലാണ്. നിങ്ങൾക്കറിയാതെ പ്രവാസിൽ അവിടെ ഉണ്ടാകുന്ന സമയത്ത് ആരിഫ് പറയുന്നത്, എനിക്ക് എൻ്റെ ഉമ്മയെ പോലെയാണ്, എൻ്റെ ഒരു ഉമ്മയെ നഷ്ടപ്പെട്ട രീതിയാണ്. അതൊരു 5:30 മണി 6:30 മണിയാകുമ്പോൾ മാധവൻ അവിടെ എത്തുന്നത്. ടിക്കറ്റും ആരിഫിന് ഇവിടെ എത്താനുള്ള എല്ലാ സാമഗ്രികളും. അപ്പോൾ നമ്മൾക്ക് തീരെ നഷ്ടമല്ലേ അത്, വേറെ ആരെക്കൊണ്ടാൽ സാധിക്കുക. അങ്ങനെ ഞങ്ങൾ മാധവൻ്റെ ആ ചുവന്ന കാറിൽ കയറ്റി. ഞങ്ങളോട് ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം, ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന കടയുടെ അവിടെ നിർത്തുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചായിരുന്നു. ആരിഫിന് എന്താ ആവശ്യമുള്ള, നാട്ടിൽ വരുന്ന മനുഷ്യൻ എന്താ ആവശ്യമുള്ള അതൊക്കെ ആ ടിക്കറ്റ് അടക്കം മാധവൻ കൈമാറുന്നു. ആരിഫിനെ കയറ്റിയായിരുന്നു. ഇതൊക്കെ മാധവനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അതേ ദിവസം തന്നെ ഷാർജയിലെ ബുക്ക് ഫെയറുള്ള ദിവസമാണ്. അപ്പം എൻ്റെ മകള് ഇത് ഞാൻ ഒറ്റയ്ക്ക് പോയാണ്. തലേദിവസം മകളും കൂടെ എൻ്റെ കൂടെ പോയിട്ടായിരുന്നു. മകളുടെ വിസ ശരിയാവാനായിട്ടാണ് മകൾക്ക് വരാൻ സാധിക്കാതെ. അവനെൻ്റെ പുറത്ത് കെട്ടി പറയാൻ, നീ പേടിക്കണ്ടോ, അവൾക്ക് അവിടെ ഒരു പേപ്പർ പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു പിറ്റേ ദിവസം.
മാധവന് ആ ബുക്ക് ഫെയറിൽ അല്പം അവിടെ മുഖം കാണിച്ച് വന്ന് അന്ന് രാവിലെ 10 മണി മുതൽ മകളുടെ വിസ ശരിയാകുന്നത് വരെ ആ വെയിലത്ത് കാറിൽ കുത്തിരുന്ന് അവരുമായി ബന്ധപ്പെട്ട് 2 എയർ ഇന്ത്യയുടെ ടിക്കറ്റും ബ്ലോക്ക് ചെയ്ത് മകളുടെ മകൾക്കും വേണ്ടിയിട്ട്. അങ്ങനെ മകൾ എയർപോർട്ടിൽ എത്താൻ സമയത്താണ് ഇത് വിസ ശരിയാക്കിയിട്ട് മകൾക്ക് ഇമെയിൽ ചെയ്ത് കൊടുത്ത് മകൾക്ക് ഇതൊക്കെ മാധവനെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ മനസ്സിൽ മാധവന് മരണമില്ല. നമുക്കിപ്പോഴും ഇവിടെയൊക്കെ മാധവനുണ്ട്. അവൻ്റെ ചിരി മുഴങ്ങുന്നുണ്ട്, അവൻ്റെ ചിരി നമ്മൾ കാണുന്നുണ്ട്. മാധവനെ കണ്ടുകൊണ്ടേ നമുക്ക് എന്നും ഉണരാനാവും, മാധവനെ കണ്ടുകൊണ്ടേ നമുക്ക് ജീവിക്കാനാവും എന്ന് ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് മാധവൻ്റെ പേര് അതേപോലെ തന്നെ നമ്മൾ ഇന്ന് വേർപിരിഞ്ഞു പോയ മുനിയൻ എനിക്ക് പരിചയമില്ല. പക്ഷേ ഈ മീഡിയകളുടെ അറിവിൽ നിന്നും വളരെ വിശാല മനസ്കരും അതേപോലെ തന്നെ ഒരു സാമൂഹിക സേവന രംഗത്ത് വളരെയധികം പ്രവർത്തിച്ച വ്യക്തിയാണെന്ന് മനസ്സിലാക്കുന്നു. വളരെ പരോപകാരമായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്നു. എല്ലാവരും അവരുടെയും ആത്മാവിന് ശാന്തി നൽകുന്നുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. മാധവേട്ടനുമായിട്ടുള്ള ആത്മബന്ധം അദ്ദേഹത്തിൻ്റെ കാല ഏർപ്പാടുകളുള്ള അത്യന്തം ദുഃഖകരമായ ഈ അന്തരീക്ഷത്തിലാണ് ഇവിടെ എല്ലാവരും അനുസ്മരിക്കുന്നത്. ഞാനൊന്നും ആവർത്തിക്കുന്നില്ല. മാധവേട്ടൻ എൻ്റെ പരിചയത്തിൽ വരുന്നത് എൻ്റെ ഏട്ടൻ്റെ പരിചയക്കാരൻ എന്നുള്ള നിലയിലാണ്. ഞാനിവിടെ പഠിക്കാൻ വരുന്നതിന് മുമ്പ് മാധവേട്ടൻ പഠിച്ചു പോയി. എന്നാൽ പിന്നീടും അദ്ദേഹം ഈ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ ഓർക്കുന്നത്. വളരെ സമീപകാലത്താണ് വീണ്ടും അദ്ദേഹം ശ്രദ്ധയിൽ വരുന്നത്. നമ്മുടെ നവമാധ്യമങ്ങളിലൂടെ പലപ്പോഴും നമ്മുടെ ചില സാഹിത്യവും ഒക്കെ വരുന്ന സമയത്ത് വളരെ ആകാംക്ഷയോടെ അദ്ദേഹത്തിൻ്റെ മെസ്സേജുകൾ വരുമായിരുന്നു. ഞാനിതുവരെ കളിച്ച് പോയിട്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും സഖാക്കളൊക്കെ കളിച്ചിട്ടുണ്ട്, പലരും ക്ഷണിക്കാറുമുണ്ട്. അപ്പോൾ മാധവേട്ടൻ ചിലപ്പോൾ പറയും വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണം. പോയൊക്കെ അങ്ങനെ ഒരു നല്ല ബന്ധം പറയാനുണ്ട് മാധവേട്ടൻ. ഇപ്പോൾ വളരെ ഒരു ഇടുത്തി പോലെ വന്ന ഈ വാർത്ത അത് ഒരു യാഥാർത്ഥ്യമായി നമ്മളൊക്കെ ഉൾക്കൊള്ളുകയാണ്. സച്ചിദാനന്ദൻ പറഞ്ഞതുപോലെ പാവമീ നാടിൻ സ്വർണ്ണ കിണ്ണമായിരുന്നവർ എന്ന നിലയിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ നൽകുന്നവരെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. കടപ്പെടുത്തിപ്പോയവരെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാധവേട്ടൻ ദീർഘകാലം അനുസ്മരിക്കപ്പെടുമെന്ന് കരുതുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു പിടി പൂക്കൾ അർപ്പിച്ചുകൊണ്ടുണ്ടാകുന്നു. വളരെ സങ്കടകരമായ ഒരു സന്ദർഭത്തിലാണ് നിൽക്കുന്നത്. ഒരു വട്ടം കൂടി എന്ന് പറയുന്ന നമ്മുടെ കോളേജ് ജീവിത കാലഘട്ടത്തിലെ ആളുകളുടെ ഒരു സംഘടന, ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയിലാണ് ഞാൻ ആദ്യമായി മതം പാടി എന്ന് പറയുന്ന വലിയൊരു വ്യക്തിത്വത്തെ അറിയുന്നത്. കാരണം ഞാൻ കാസർഗോഡ് കോളേജിൽ 83-ലാണ് ഞാൻ ജോയിൻ ചെയ്തത് ഡിഗ്രി. ആ കാലഘട്ടത്തിൽ മാധവേട്ടൻ അവിടെ നിന്ന് പഠിച്ചിറങ്ങിപ്പോയ ആളാണ്. പക്ഷേ ഒരു വട്ടം കൂടിയിലൂടെ പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് വളരെ നല്ല കുറേ അനുഭവങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. 2018 ഷാർജയിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര പുസ്തക ഉത്സവത്തിൽ മലയാളത്തെ പ്രതിനിധീകരിച്ച് കവിത അവതരിപ്പിക്കാൻ പോയ സന്ദർഭത്തിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ ആതിഥ്യം സ്വീകരിക്കാൻ ഇടവന്നിട്ടുണ്ട്. വളരെ വല്ലാത്തൊരു അനുഭവമായിരുന്നു. കാരണം അന്നാണ് ഞാൻ അറിഞ്ഞത് മാധവേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ഗൾഫിൽ എങ്ങനെയാണ് അവിടുത്തെ എല്ലാ മലയാളികളുടെ ഒരു വലിയൊരു പ്രതിനിധിയായി നിൽക്കുകയാണ്. ഇത്രയും വലിയ സ്വാധീനം, ഇത്രയും വലിയ ഒരു ജീവകാരുണ്യ പ്രവർത്തനമുള്ള ഒരു മനുഷ്യൻ അവിടെ ഉണ്ട് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമായിരുന്നു.
ഇവിടെയും അത് ഒരുവട്ടം കൂടിയുടെ പല സന്ദർഭത്തിലും ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഒരാൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി സ്വന്തം സ്ഥലം വിട്ടു നൽകുക എന്ന് പറയുന്ന വലിയൊരു പ്രവൃത്തി. അങ്ങനെയുള്ള ഒരു വലിയൊരു മനുഷ്യനെ തിരിച്ചറിയുന്ന ഒരു സന്ദർഭത്തിൽ ഇത്ര പെട്ടെന്ന് ഒരു മനുഷ്യൻ ഇല്ലാതായി പോവുക എന്ന് പറയുന്നത് മനസ്സിന് വളരെ സങ്കടം തോന്നുന്നൊരു കാര്യമാണ്. എനിക്ക് ഈ സന്ദർഭത്തിൽ ആ വലിയ മനസ്സിന് മുന്നിൽ നമസ്കരിക്കാനേ സാധിക്കുകയുള്ളൂ. കുറച്ചു മുമ്പ് വളരെ ആകസ്മികമായി ഞാൻ ഫേസ്ബുക്കിൽ കുറിച്ചു വെച്ച കുറച്ച് പേര് എനിക്ക് തോന്നിയ ആ മനുഷ്യനെ എനിക്ക് സമർപ്പിക്കാനുള്ള ചെറിയ 4 വരി മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. മാധവം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ചിരിച്ച മുഖവുമായി അവനിലിനി മുന്നിൽ, ചിരിച്ച മുഖവുമായി അവനിലിനി മുന്നിൽ വിളിച്ചു ദൈവം നല്ല ജീവനതയാഹീനം. ആ സ്നേഹപ്രതിരൂപം മനസ്സിൽ മായാതെന്നും തീവ്ര ദുഃഖത്തിൻ നിഴൽപ്പാടുമായി നിലനിൽക്കും. ആ സ്നേഹപ്രതിരൂപം മനസ്സിൽ മായാതെന്നും തീവ്ര ദുഃഖത്തിൻ നിഴൽപ്പാടുമായി നിലനിൽക്കും. അന്യനന്മയ്ക്കായി സ്വന്തം ജീവിതം ഹോമിച്ചൊരാ നന്മയാം ആത്മാവിന്നു ശാന്തിക്കായി പ്രാർത്ഥിപ്പു ഞാൻ. അന്യനന്മയ്ക്കായി സ്വന്തം ജീവിതം ഹോമിച്ചൊരാ നന്മയാം ആത്മാവിന്നു ശാന്തിക്കായി പ്രാർത്ഥിപ്പു ഞാൻ. നന്ദി. മാധവൻ എൻ്റെ ഒരു സഹപാഠി എന്ന നിലയിലും സഹപ്രവർത്തകൻ എന്ന നിലയിലും മികച്ച ഒരു സംഘാടകൻ എന്ന നിലയിലല്ല ഈ കലാലയത്തിൽ നിന്നാണ് പരിചയപ്പെടുന്നത്. 82, 81, 83 ബാച്ചിലെ ഹിസ്റ്ററി ബാച്ചിലെ സഹപാഠികളായിരുന്നു ഞങ്ങൾ. സഹപാഠികളെന്ന് മാത്രമല്ല SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഈ കോളേജിലെ മുഖ്യ ചുമതലക്കാരായി ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാഹചര്യമുണ്ടായിട്ടുണ്ട്. ഞാനിവിടെ യൂണിറ്റ് സെക്രട്ടറി മാധവൻ പ്രസിഡന്റുമായി. പിന്നീട് 82-ൽ അന്നത്തെ കാസർഗോഡ് താലൂക്ക് ഉൾപ്പെടുന്ന പ്രദേശത്തെ കാസർഗോഡ് ഏരിയ എന്നുള്ളതിൽ ആ ഏരിയയുടെ SFIയുടെ സെക്രട്ടറിയുടെ ചുമതല ഞാൻ ഏറ്റെടുത്തപ്പോൾ മാധവനോട് SFIയുടെ യൂണിറ്റ് സെക്രട്ടറി തോന്നിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നപ്പോൾ ഞങ്ങൾ മാധവൻ ചെയർമാനായി ഞാൻ കൗൺസിലർക്കായി മത്സരിച്ച അതേ സമയത്ത്. അപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ മികച്ച ഒരു സംഘാടകനായിരുന്നു മാധവൻ. പിന്നീട് അദ്ദേഹം ഗൾഫിൽ പോയി. അവിടെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സാംസ്കാരിക രംഗത്തെല്ലാം ഇടപെട്ടുകൊണ്ട് തന്നാലാവുന്ന നിലയിൽ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ശക്തനായ വക്താവായി ജോലിക്കഴിയാൻ പ്രവർത്തിക്കുകയാണ്. ആ സൗഹൃദവും ബന്ധവും നാളിതുവരെ ഞങ്ങൾ സൂക്ഷിച്ചു നോക്കുമായിരുന്നു. ഏറ്റവും ഒടുവിൽ മാധവൻ നാട്ടിൽ വന്നപ്പോൾ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ കാഞ്ഞങ്ങാട് മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിലാണ് ഞങ്ങൾക്ക് നേരിൽ കാണാൻ കഴിയുന്നത്. പിന്നെ ഡിസംബർ 31-ന് മാധവന്റെ മകളുടെ കല്യാണ നിശ്ചയത്തിന് ക്ഷണിച്ചിരുന്നു. പക്ഷെ അന്ന് എനിക്ക് പങ്കെടുക്കാൻ കഴിയുന്നത്. പിന്നീട് രോഗബാധിതനായിരുന്നു. കഴിഞ്ഞ ദിവസം മരണം സംഭവിക്കുന്നു. തീർച്ചയായും മരണം പ്രപഞ്ച നിയമമാണ്, അത് പ്രകൃതി നിയമമാണ്, നമുക്കാർക്കും തടയാൻ സാധിക്കുന്നത്. പക്ഷേ അവിചാരിതവും അകാലത്തിലുള്ള ഇത്തരം മരണങ്ങൾ നമ്മളെ ഏർപ്പിക്കും. ഇപ്പൊ ഗൾഫിലും മറ്റും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തകനായിരുന്നെങ്കിൽ ഗൾഫിൽ എത്തിപ്പെടുന്ന പ്രവാസികളായിട്ടുള്ള ആളുകളെല്ലാം പറയാൻ നമ്മൾ
പ്രവാസി ആയിട്ടില്ലെങ്കിലും കേട്ടറിഞ്ഞിട്ടുണ്ട് അവിടെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോയി ചില ആളുകൾ അനുഭവിക്കുന്ന പ്രയാസം. അങ്ങനെ ഗൾഫിലെത്തി പ്രയാസം അനുഭവിക്കുന്ന മലയാളികളെല്ലാം അയാളുടെ രാഷ്ട്രീയമേതൊന്നും നോക്കാതെ തന്നെ നല്ല നിലയിൽ സഹായിക്കാൻ ആളുകൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഒരുപാട് ആളുകൾ മുൻപരിചയമില്ലാത്ത ആളുകൾ ഗൾഫിൽ പോയി തിരിച്ചു വന്നപ്പോൾ മാതാവിനെ കുറിച്ച് പറഞ്ഞു. എല്ലാം കൊണ്ടും സമൂഹത്തിലാകെ ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും പൊതുരംഗത്ത് നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഇവിടെ നേരത്തെ സുഹൃത്തുക്കൾ സൂചിപ്പിച്ചതുപോലെ വളരെ ഞങ്ങളുടെയൊക്കെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള മോഹൻ ഇവിടെ ഈ കൂട്ടത്തിലുണ്ടെന്ന് മാങ്ങാട് മോഹൻ സ്വന്തമായി ജോലിയോ വരുമാനമോ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാതെ കുടുംബത്തെ അതിനിടയിൽ മോഹൻ്റെ 2 കുട്ടികൾ അപ്രതീക്ഷിതമായിട്ട് വെള്ളപ്പൊക്കത്തിൽ കുളത്തിൽ പോലും മരിക്കുന്ന സാഹചര്യം. അപ്പോൾ സ്വന്തമായിട്ട് മുന്നോട്ട് പോകാൻ പ്രയാസം അനുഭവിക്കുന്ന ആ മോഹനെ സഹായിച്ചത് മാധവൻ 10 സെന്റ് സ്ഥലം നൽകി മറ്റ് സുഹൃത്തുക്കളെല്ലാം ചേർന്ന് സാമ്പത്തിക സഹായത്തോട് വീട് നിർമ്മിച്ചു കൊടുക്കാൻ തയ്യാറായി. മറ്റ് സുഹൃത്തുക്കൾ വിസ്മരിച്ചതുപോലെ തന്നെയാണ്. എല്ലാം കൊണ്ടും വലിയൊരു പരോപകാരിയായിരുന്നു മാധവൻ. നമ്മുടെ പൊതുസമൂഹത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ മാത്രമല്ല നമ്മുടെ പൊതുസമൂഹത്തിൽ തന്നെ വലിയ നഷ്ടമാണ് മാധവന്റെ വേർപാടിലൂടെ ഉണ്ടായിരിക്കുന്നത്. എൻ്റെ സഹപാഠിയും സഹപ്രവർത്തകരും എല്ലാമായിട്ടുള്ള മാധവന്റെ ഭാവന സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ 2-ാം തീയതിയാണ് ഗൾഫിൽ നിന്ന് വന്നത്. 7-ാം തീയതി മുതൽ ഞാൻ കോവിഡ് ബാധിതനായിരുന്നു. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് കേരള സർക്കാരിൻ്റെ സംവിധാനം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയ ഒരാളെന്നായിരുന്നു. ന്യൂമോണിയ ആയിരുന്നു. പക്ഷെ ഞാൻ ഡിസ്ചാർജ് ചെയ്ത് വന്ന ശേഷമാണ് ഭാര്യ എന്നോട് പറയുന്നത്. 5-ാം ദിവസം ICUവിലായിരുന്നു. ആ സമയത്തും 7-ാം തീയതിയാണെന്ന് തോന്നുന്നു മാധവൻ ആശുപത്രിയിൽ അഡ്മിറ്റാകുന്നത്. 2 തവണ പോയപ്പോഴും അദ്ദേഹത്തെ അവിടുത്തെ അസൗകര്യങ്ങൾ കൊണ്ട് അതിനേക്കാൾ മുൻഗണന നൽകേണ്ടത് രോഗികളുള്ളതുകൊണ്ട് തിരിച്ചയച്ചെന്നാണ് ഞാൻ പറയുന്നത്. സമാനമായൊരു അനുഭവമായിരുന്നു എൻ്റെ സഹപാഠി 5 വർഷമല്ല PG വരെ ഒന്നിച്ചുണ്ടായിരുന്ന മുനീറിൻ്റെ മരണം. ഡിസംബർ ആദ്യ വാരത്തിൽ ആശുപത്രിയിൽ പോകുന്നതിന് മുമ്പ് ഞാൻ വിവരം ചോദിച്ചപ്പോൾ എനിക്കല്പം ബ്രീത്തിങ് ട്രബിൾ ഉണ്ട്. കുടുംബത്തിനാകെ കുടുംബത്തിൽ എനിക്ക് പോസിറ്റീവാണ്. അപ്പോൾ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. മക്കളും കുടുംബവും വൈഫൊക്കെ ഉണ്ട്, അവർ നെഗറ്റീവാണ്. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു പറയും. പക്ഷേ 20-ാം തീയതി അതിനു മുമ്പ് ഒരാഴ്ച മുമ്പ് മറ്റും ട്രൈക്കോട്ടമി ചെയ്യേണ്ടി വന്നു. പിന്നെ സംസാരിച്ചിട്ടില്ല. അവിടെ പരിമിതികളുണ്ട് ഇഷ്ടം പോലെ. സർക്കാർ ആശുപത്രി നല്ല പരിമിതികളുണ്ട്. കാരണം എത്ര ആധുനിക സൗകര്യങ്ങളുണ്ടെങ്കിൽ പോലും ICU യൂണിറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു ആക്സസ് ഇല്ലാത്ത സ്ഥലമാണ്. ഓരോ 4 മണിക്കൂറും ഡോക്ടർമാരും മറ്റു നഴ്സുമാരൊക്കെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ നമുക്കൊരാളെ മനസ്സിലാവില്ല. ആരാ വന്ന് പരിശോധിച്ചത് എന്താണെന്ന് അറിയില്ല. അവർ എഴുതി വെച്ച് പോകും, അടുത്തയാൾ വന്ന് കാണും. അമ്പിക്കാനൊക്കെ വളരാതെ ബുദ്ധിമുട്ടിയിട്ടാണ് പലപ്പോഴും അവർക്ക് റിപ്പോർട്ട് കിട്ടാറുള്ളത്. കുടുംബത്തെ ഒരിക്കലും അവർ കണ്ടിട്ടില്ല. മുതിർന്ന ഭാര്യ മക്കളും പലതവണ ആവശ്യപ്പെട്ട് പോലും കാണാൻ പോലും സമ്മതിക്കണം. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും അമ്പിക്കാനുമായി സംസാരിക്കുമ്പോഴും പറയുമ്പോഴൊക്കെ മാധവന്റെ കാര്യത്തിൽ പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ആശങ്കയുണ്ടായിരുന്നു. ആ ആശങ്ക അസ്ഥാനത്തല്ല എന്ന് ഒടുവിൽ മനസ്സിലായി. കോവിഡ് മാറിയെങ്കിലും മറ്റ് അസുഖങ്ങൾ, പ്രത്യേകിച്ച് ന്യൂമോണിയ വല്ലാതെ കൂടിയതുകൊണ്ട് അദ്ദേഹത്തെ പരമാവധി നേരത്തെ കുഞ്ഞമ്പൂ സൂചിപ്പിച്ചതുപോലെ സർക്കാർ സംവിധാനം ഇടപെട്ടുണ്ടായിട്ട് പോലും അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. കുടുംബത്തിൽ തന്നെ 4 പേര് മരിച്ചു പോയിട്ടുണ്ട്. എൻ്റെ
പക്ഷേ മാധവന്റെ മരണമാണ് സത്യത്തിൽ പ്രവാസി സുഹൃത്ത് എന്ന നിലയിൽ എനിക്ക് ഏറ്റവും നഷ്ടമുണ്ടാക്കിയത്. ഞാൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളോട് കടുത്ത എതിർപ്പുള്ളതാണ്. ഞങ്ങൾ പലപ്പോഴും സംസാരത്തിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. പക്ഷേ ആ പ്രത്യയശാസ്ത്ര ഷഡ്യങ്ങളെയൊക്കെ സൗഹൃദം എന്ന ആ വിശാലമായ ഭൂമികയിൽ നിന്നുകൊണ്ട് ചേർത്ത് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും തോന്നിയിട്ടുണ്ട് മാധവൻ ചിരിച്ചു തുടങ്ങിയാൽ കണ്ണടഞ്ഞു പോകും. കണ്ണ് പൂർണ്ണമായിട്ട് ഏത് ചിത്രം നോക്കും കണ്ണടഞ്ഞു പോകും. ഞാൻ വിചാരിക്കുന്നത് എൻ്റെയൊക്കെ കൃത്രിമമുള്ള മറുചിരി കാണാതിരിക്കാൻ ദൈവം അദ്ദേഹത്തിൻ്റെ ആ നിഷ്കളങ്കമായ കണ്ണുകൾ അടച്ചു പിടിച്ചതാവാമെന്ന് ഞാൻ തോന്നുന്നത്. മുല്ല നിസാമുദ്ദീൻ ഔലിയ ആഴ്ചയിലൊരിക്കൽ പള്ളിയിൽ പോകുമ്പോൾ കണ്ണ് കെട്ടിയിട്ട് ഒരു സഹായത്തിനായി പോവാം. അപ്പോൾ ഈ സഹായം ചോദിക്കും എന്തിനാണ് നിങ്ങൾ കണ്ണ് കെട്ടി വരുന്നത്? അപ്പോൾ അദ്ദേഹം ആ കണ്ണ തൂവാല ഈ ശിഷ്യന് കൊടുത്തു. അത്ഭുതം. ശിഷ്യൻ ഒരു മനുഷ്യനെയും കാണുന്നില്ല, കാണുന്നതൊക്കെ ഹിംസ ജന്തുക്കളാണ്. മനുഷ്യന്റെ കൈകാലുകളുണ്ട്, പക്ഷെ മുഖമൊക്കെ കുറുമരിയും എരിയും പുലിയും ഒക്കെയാണ്. അപ്പോൾ ചോദിച്ചു പറഞ്ഞു അതാണ് അവരുടെ യഥാർത്ഥ പ്രകൃതം. മനുഷ്യനെ അവരാണ് കണ്ടിട്ടില്ല. ഒരുപക്ഷെ മുല്ല നിസാമുദ്ദീൻ ഔലിയ ഇന്നാണ് വരുന്നതെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ മനുഷ്യനായി എന്ന് പറയാൻ സാധിക്കുമായിരുന്നത് എനിക്ക് തോന്നുന്നു അതവരുടെ കൂട്ടരാണ്. മാധവൻ എന്ന് വിളിക്കും, മാധവജിയെന്ന് വിളിക്കും, വല്ലാതെ സ്നേഹപ്പെടണം വരുമ്പോൾ സഖാവിനെ വിളിക്കും. ചില ആൾക്ക് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ വലിയ ലിസ്റ്റ് വരും. അപ്പം നമ്മൾ ഒറ്റയ്ക്കായിട്ടും സംസാരിക്കുമ്പോൾ അവരോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ ലിസ്റ്റ് ഇങ്ങനെയാണ്. മാധവൻ പാടിയെ ഞങ്ങൾ സ്നേഹപൂർവ്വം മാധവത്സനെ വിളിക്കുന്ന മാധവത്സനെ പരിചയപ്പെടുന്നത് ഏതോ ഒരു മാനസികം കുറിച്ച സമയത്ത് ഞാൻ ഒരു വർഷം കൂടിയിൽ അംഗമായി കുറച്ച് ദിവസമായിട്ടപ്പം ഭീകരമായി കുറേ വരികൾ എന്തൊക്കെ വരും. അന്ന് അബുദാബിയിലുള്ള തന്നെ അത് വളരെ ക്ഷീണിച്ച് വല്ലാതെ ഇരിക്കുന്ന സമയത്ത് കൂടിയാണ് അന്ന് മാധവത്സം വിളിക്കുന്നത്. ഫോണെടുത്തോടെ പറഞ്ഞു ഞാൻ പാടി. ഞാൻ പറഞ്ഞു എന്താ പാടിയത്? അല്ല ഞാൻ പാടി. ഇപ്പം എപ്പോൾ പാടി? ആ തീരെ പരിചയമില്ലാത്ത ഒരാൾ വിളിക്കാൻ ആ സംസാരം പിന്നെ തുടർന്ന് അന്ന് ഹബീബ് എന്ന് എന്നെ ചെല്ലുമ്പോൾ ഹബീബ് വിളിക്കും. മാധവൻ ഹബീബ് അറബിയിൽ ഈ ഹബീബ് എന്നുള്ള വാക്ക് ഹുബിൽ നിന്നല്ല, അതിൽ നിന്നാണ് ഈ ഹബീബ്. ഹബിക്ക് പ്രിയതമൻ എന്നുള്ള വാക്ക്. ശരിക്ക് ഹുബ് ആ ഒരു പ്രേമം തോന്നുന്ന വിളി പിന്നീട് അങ്ങോട്ട് മാധവൻ വിളിക്കുക. ഹബി എന്ന് വിളിക്കുമ്പോൾ അതിനെനിക്ക് ആ സ്നേഹം കിട്ടുമായിരുന്നു. എന്നിട്ട് പിന്നീട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും നിങ്ങളിവിടെ രാഷ്ട്രീയത്തിൻ്റെയും മതവും ഒക്കെ പറയുന്നത് ഈ രൂപത്തിലൊന്നുമല്ല മാധവൻ കണ്ടിട്ടുള്ളത്. മാധവൻ എന്ന മനുഷ്യനാണ്. സത്യത്തിൽ വളരെ തിരക്കിൻ്റെ ഇടയിൽ പോലും ഇങ്ങനെ മാധവൻ ബന്ധും ഇങ്ങോട്ട് എനിക്ക് എല്ലാ തിരക്കുകളും ഉപേക്ഷിച്ച് വരേണ്ടി വന്നു. എൻ്റെ എത്രയോ ബന്ധപ്പെട്ട എത്രയോ ചോരകൾ ഇവിടെ മരിച്ചു പോയിരുന്നു. അവരുടെ മയ്യത്ത് സ്കരിക്കാൻ പോലും എത്താതിരുന്ന ഞാൻ മാധവൻ ഈ ഭൂമി വീണ്ടും ഒന്നുകൂടെ വന്ന് ചേർന്ന് നോക്കിയപ്പോൾ എനിക്ക് ഇവിടത്തേക്ക് വരണമെന്ന് തോന്നി. ഞാൻ പൊതുവെ മരിച്ചാൽ കരയാറില്ല, മരണവാർത്ത പറഞ്ഞാലും കരയാറില്ല. എന്നോട് അടുത്തറിയുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് അതിൻ്റെ കാരണമാണ്. എന്നിട്ടും ഞാൻ അറിയാതെ
ആ വാർത്ത കേട്ടപ്പോൾ അത് അപ്രതീക്ഷിതമായ വാർത്തയൊന്നും അല്ലായിരുന്നു ശരിക്കും പറഞ്ഞു. കാരണം മനസ്സിൽ എത്രയോ ദിവസം കൊണ്ട് പാകപ്പെടുത്തിയെടുത്തിരുന്നു. ഒരു ദിവസം നീ നിന്റെ പ്രിയപ്പെട്ടവൻ ഇങ്ങനെ കീഴടങ്ങിയേക്കാൻ സാധ്യതയുണ്ടെന്ന് കേട്ട് പാകപ്പെടുത്തിയ മനസ്സിലായിട്ട് പോലും ഞാനൊന്നും അറിയാതെ വീണ് പോയി. ഇന്നും നേരത്തെ ശ്രീബാഗ് പറഞ്ഞതുപോലെ ഞങ്ങളെല്ലാവരും ബി ഹിസ്റ്ററിയിലെ സഹപാഠിയായിരുന്നു. ഞാൻ ശ്രീബാഗിന് രവി തുടങ്ങിയത്. അപ്പോൾ അന്നത്തെ സൗഹൃദം ഇതുവരെ നിർത്തിപ്പോന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗം ഒരു തീരാനഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം താങ്ങാനുള്ള കരുത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ പാടി സ്മരണ എന്ന് നിലനിർത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്മരണക്കായി പലതും ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മിക്കവാറും ഞാനായിരിക്കും ഏറ്റവും അവസാനമായി പരിചയപ്പെട്ട ഒരു സുഹൃത്ത്. മാധവട്ടൻ ഇങ്ങോട്ട് ക്ഷണിക്കായിരുന്നു. സെൻവായി പറഞ്ഞ ഒരു കാര്യം തീർച്ചയായും ഒരു പ്രാവശ്യം അങ്ങനെ കണ്ടാൽ പിന്നെ അതൊരു പെർമനന്റ് പോലെ മനസ്സിൻ്റെ അകത്ത് ഇങ്ങനെ. ഞാൻ മകളുടെ നിശ്ചയത്തിന് 2 മാസം മുമ്പ് പരിചയപ്പെട്ട ഇങ്ങോട്ട് വിളിച്ചു, എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു, ഒന്ന് കാണണം. ഞാൻ ആദ്യമായിട്ടും അവസാനമായി കണ്ടത് ആ നിശ്ചയത്തിൻ്റെ ദിവസം. കൂടുതലൊന്നും പറയുന്നില്ല. ഇത്രയും നല്ലൊരു വ്യക്തിത്വം ഇല്ലാണ്ടായി എന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എന്തായാലും അങ്ങയുടെ ആത്മാവിന് ശാന്തിയും അതുപോലെ കുടുംബത്തിന് അങ്ങയുടെ വിയോഗം താങ്ങാനുള്ള ശക്തിയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്നു. നമ്മുടെ പ്രിയപ്പെട്ട പാടി നമ്മളിൽ നിന്നും വേർപെട്ടു. കഴിഞ്ഞ 38 വർഷം നിങ്ങളുടെ ദൈനംദിന ബന്ധമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾക്ക് ഏവർക്കും പ്രിയപ്പെട്ടവൻ ഇന്ന് നഷ്ടപ്പെട്ടു. കൂടുതൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ളത് എന്നെ സംബന്ധിച്ചോളം വലിയ നഷ്ടമാണ്. കഴിഞ്ഞ 25 ദിവസങ്ങളായിട്ട് നിത്യവും മോണിറ്ററിങ് ചെയ്യുന്ന ഒരാളാണ്. അവൻ്റെ രോഗവുമായിട്ട് എന്നെ ഓരോ സുഹൃത്തുക്കളും അവൻ്റെ കേരളത്തിൽ മൊത്തം അവൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ നമ്പറിൽ കണ്ടെത്തിക്കൊണ്ട് എന്നെ പലരും നിരന്തരം കോണ്ടാക്ട് ചെയ്യും. എന്തായി ഈ അഭിപ്രായം, ഈ മാനസികാവസ്ഥ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു. മാനസിക പ്രയാസം 38 വർഷം മുമ്പേ കോളേജിലേക്ക് ഞാൻ വരുമ്പോൾ എന്നെ കൈപിടിച്ച് ക്ലാസ്സിലിരുത്തി അതിനുശേഷം ഒരു ദിവസം എങ്കിലും ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാതിരിക്കാറില്ല. വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധമാണ് എന്നെ സംബന്ധിച്ചോളം പാടിയോട് അവനെ കൊണ്ടും ഏത് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ അന്യോന്യം ചർച്ച ചെയ്തു. നാട്ടിൽ വന്നാലും പാടിയുടെ കാറിൻ്റെ സീറ്റിൽ ഒരു ഭാഗത്തിരിക്കുന്നതിനാണ് ആ ഒരു വ്യഥ, അവൻ്റെ വേർപാട് എന്നെ വളരെയധികം ദുഃഖത്തിലാക്കി. ഈ അവസരത്തിൽ എൻ്റെ 4 പേര് കവിത നടുവട്ടം കത്തിയ തിരുവെളിച്ചം പോലെ ചുറ്റും പകർന്നു ശോഭയെ മണ്ണിൽ നീ. പ്രഭയായി ചുറ്റും തിരിഞ്ഞപ്പോൾ കിട്ടാത്ത ഇരുളിലും വെളിച്ചം പകർന്നു നീ. അണഞ്ഞാലും അണിയാത്ത വിളക്കു നീ എന്നും ഞങ്ങൾക്ക്, മറഞ്ഞാലും മറയാതെ നിൽക്കും നീ ഞങ്ങൾ. നിത്യനക്ഷത്രമായി ഉദിക്കും എന്നും ഞങ്ങൾ. ഈ അവസരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പാടിയുടെ, നമ്മുടെ പ്രിയപ്പെട്ട പാടിയുടെ വേർപാടിൽ ഞാൻ എൻ്റെ അഗാധമായ അനുശോചനം അറിയിക്കുകയാണ്. കൂടാതെ ഇന്ന് അബ്ദുൾ മുനീർ എന്ന പ്രിയപ്പെട്ടവനും കൂടെ
എൻ്റെ അനുശോചനം അറിയിച്ചുകൊണ്ട് നിത്യ സ്നേഹോഷ്പം അന്ത്യാഞ്ജലി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമസ്കാരം. സുഹൃത്തുക്കളെ, പാടി മാധവേട്ടൻ വ്യക്തിപരമായി വളരെ എളുപ്പമുണ്ടായിരുന്നു. പ്രവാസി മണ്ണിലും നാട്ടിലും ഞാനും ദുബായിലുള്ള സമയത്ത് സംഘടനകളുടെ ഭാരവാഹിയായിരുന്ന സമയത്ത് ഒരുപാട് വേദികളിൽ ഒരുപാട് പരിപാടികളുടെ സംഘാടനത്തിലും ഒന്നിച്ചുണ്ടായിരുന്നതാണ്. ആ വേർപാട് ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല. മാധവേട്ടൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് നേരത്തെ പലരും സൂചിപ്പിച്ച പോലെ ഒരുപാട് ഊർജം പ്രസരിക്കുന്ന ഒരു ഊർജ സ്രോതസ്സായിരുന്നു മാധവേട്ടൻ. കൂടെ ഇപ്പോൾ സംസാരിച്ചാലോ അല്ലെങ്കിൽ ഒരു ചെറിയ യാത്രയിൽ ഒന്നിച്ച് പോയാലോ ആ ഒരാൾക്ക് കിട്ടുന്ന ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഞാൻ ബദിയടിക്കൽ ഒരു മെഡിക്കൽ ഷോപ്പ് നടത്തുന്നുണ്ട്. ഞാനും എൻ്റെ വൈഫും കൂടി അവിടെയാണ് ഇപ്പം ഈ പ്രവാസം വിട്ട ശേഷം നമ്മുടെ പ്രവർത്തന മേഖലയിലാണ്. ബദിയടിക്ക വഴി പോകുന്നുണ്ടെങ്കിൽ മാധവേട്ടൻ ആ വഴി വരികയാണെങ്കിൽ അയൽവാസിയുടെ പോലും ഒരു പ്രിസ്ക്രിപ്ഷൻ കരുതി എൻ്റെ അടുത്ത് വരാൻ വേണ്ടിയിട്ട് ഈ മരുന്നുണ്ടോ വേണമെന്ന് അടുത്തെന്ന് ചോദിച്ച് പോകുന്ന ഒരു പതിവും കൂടി മാധവേട്ടൻ ഉണ്ടായിരുന്നു. ആ വേർപാട് ഏത് രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റും മനസ്സിൻ്റെ വെമ്പൽ മാറാത്തത് കൊണ്ട് വളരെ ദുഃഖത്തോടെയാണ് ഈ കൂട്ടായ്മയിലേക്ക് ഞാൻ വന്നു ചേർന്നത്. കാര്യങ്ങൾ ഒരുപാട് പ്രസംഗങ്ങൾ കഴിഞ്ഞു. എനിക്ക് മാധവേട്ടൻ ആരായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ സമപ്രായക്കാരായിരുന്നിട്ടും ഞാൻ മാധവേട്ട എന്ന് വിളിച്ചപ്പോൾ ഞാൻ മാധവനോട് ചോദിച്ചു, എനിക്ക് മാധവേട്ട തന്നെ വന്നു വന്നതാണ്, എന്തുകൊണ്ട് അറിയില്ല ഗിരിഞ്ഞി അങ്ങനെ വിളിച്ചത്. കാരണം ഒരു വ്യക്തിയെ നമ്മൾ സമപ്രായക്കാർക്ക് ഏട്ടാൻ വിളിക്കുന്ന പതിവില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് ഒരു 10 വർഷം മുമ്പ് ഞങ്ങൾ ഒന്നിച്ച് കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ നേരിട്ട് സംസാരിച്ചതാണ്. അപ്പോൾ അദ്ദേഹം നമ്മളിൽ നിന്ന് ഒരുപാട് ഉയർന്നിട്ടുണ്ട് എന്ന് എൻ്റെ മനസ്സിൻ്റെ അഗാധ തലങ്ങളിൽ അങ്ങനെ പതിഞ്ഞിരുന്നു. അന്ന് ഒരു മാനേജർ എന്ന നിലയ്ക്കും അന്ന് അദ്ദേഹത്തിൻ്റെ സഹായം എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. ഒറ്റ വാക്യം പറഞ്ഞിട്ടുള്ളൂ, ഞാൻ പറഞ്ഞ കാര്യം അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ നേരത്തെ രവി പറഞ്ഞ പോലെ എഴുതി തുടങ്ങിയപ്പോൾ ഗിരി നീ എഴുത്, എന്നിട്ട് ഞാൻ എഴുതി രവി പാടുമ്പോൾ രവീനെ വിളിച്ചിട്ട് പാടിയ ശരിയായിട്ടില്ല, രവി കുറച്ചും കൂടി ഉഷാറാക്കണം, എന്നിട്ട് എന്നോട് പറഞ്ഞു രവിനെ ചൂടാക്കും. അങ്ങനെയാണ് രവി പാടി രവി ഇപ്പോൾ ഒരു നല്ല ഒരു കവിത ആലപിക്കാനും ഒക്കെ കഴിയുകയും ഒരു ജില്ലാ ഒരു അസോസിയേഷൻ്റെ പ്രസിഡന്റ് കൂടിയാണ് രവി. അപ്പോൾ ഓരോ വ്യക്തിയിലും ഉള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ വല്ലാത്തൊരു ഉത്സാഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു എനർജി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേരെ സ്നേഹിക്കാനും ആ സ്നേഹത്തിൻ്റെ ആ ജ്വാല ഇങ്ങനെ ആടി കത്തിക്കാനും അദ്ദേഹത്തിന് കഴിവായിരുന്നു. കാരണം ഇദ്ദേഹം മരിച്ചു എന്ന് ഞാൻ വൈകുന്നേരം മൊബൈൽ നോക്കില്ല, രാത്രി നോക്കില്ല. പക്ഷേ ഭാര്യയോട് ഇങ്ങനെ മാധവ പാടി മരിച്ചു. അപ്പൊ എൻ്റെ ഭാര്യയ്ക്ക് പോലും അങ്ങനെ ഒരു മാനസികമായിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൂട്ടത്തിൽ എത്ര ആൾക്ക് ഭാര്യ നമ്മളൊക്കെ അറിയാം ഇല്ലല്ലോ. മാധവൻ പാടി മാത്രമാണ് ഞങ്ങളുടെ ഗൃഹത്തിന്റെ അന്തരം വീട്ടിന്റെ അകത്തേക്ക് കയറി വന്നിട്ട് ഞങ്ങളുടെയൊക്കെ മനസ്സുകളിലേക്ക് ഇങ്ങനെ ഒരു വിഗ്രഹം പോലെ ഉണ്ടാകും. കാരണം ഞാൻ എൻ്റെ ഭാര്യയോടെ അറിയാം, മാധവ മനോഹര സൗഹൃദ രാജകുമാര പറന്നു പോയതെന്റെ നീ തിരികെ പോയതെന്റെ ഓർമ്മയിൽ നിറയുന്നു ചിരി തൂകും നിൻമുഖം സ്നേഹക്കടലായിരുന്നു നീ സ്നേഹ സ്പർശമായിരുന്നു ആരുമറിയാതെ നീ ചെയ്ത ദാനത്തിൻ കഥകൾ അറിയുന്നു ഞാൻ തളരുന്നോർക്ക് എന്നും തുണയായി തണലായി നിന്നവൻ നീ തളരുന്നോർക്ക് എന്നും തുണയായി തണലായി നിന്നവൻ നീ എഴുത്തിൻ വഴികളിൽ ഊർജം പകർന്നവൻ നീ
എൻ എഴുത്താണിക്ക് കരുത്തു പകർന്നവൻ നീ. ഒരു വട്ടം പലവട്ടം കൂടുമ്പോൾ എന്തൊരുത്സാഹമായിരുന്നു മാധവേട്ട. നിങ്ങൾ പകർന്ന് സ്നേഹത്തിൻ ജ്വാലകൾ കെടാതെ കാത്തിടും ഞങ്ങൾ. അങ്ങനെ വാക്കുകൾ പലപ്പോഴും തിരിയാതെ വരികയും ഓർമ്മകൾ മനസ്സിൽ നിറയുകയും ചെയ്യുന്നൊരു അപൂർവ സന്ദർഭങ്ങളിലാണ് ഇത്തരം കൂടിച്ചേരലുകൾ. ഒരു വട്ടം കൂടി ഏറ്റവും ആഹ്ലാദകരമായി കൂടേണ്ട നമ്മുടെ കൂട്ടായ്മകൾ ഇത്തരം ഒരു അനുശോചന യോഗത്തിൽ സമ്മേളിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഉണ്ടാക്കുന്ന വികാരം തന്നെ എനിക്കറിയില്ല. മാത്രം ഗവൺമെൻറ് കോളേജിലെ പഠനകാലത്ത് തന്നെ പരിചയമുണ്ട്. പിന്നീട് ഒരു വട്ടം കൂടി സജീവ സാന്നിധ്യമാകുന്നതോടുകൂടി ഏറ്റവും അവസാനം കഴിഞ്ഞ പ്രാവശ്യം മാത്രം വന്നപ്പോൾ ഞങ്ങളെല്ലാവരും പേര് മടിക്കേരിയിലേക്കുള്ള യാത്ര പോകുന്നത്. ബപ്പിളി, ജെയിംസ്, മുന്നിക്ക് പർവ, സണ്ണി ഒക്കെ ദിനേശൊക്കെ അന്ന് രാത്രി മുഴുവൻ മാധവൻ നാട്ടിലെയും ഗൾഫിലെയും പ്രവാസത്തിലെയും ഒക്കെ കഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. വീണ്ടും ഓർമ്മകളെ തരളിതമാക്കാൻ വേണ്ടി എന്ന് തോന്നുന്നു. ഇപ്രാവശ്യം ഈ 2021 ജനുവരിയുടെ 2-ാം രാവിൽ ഞങ്ങൾ വീണ്ടും ഒത്തുചേർന്നു. ഒരുവട്ടം കുടിയിലെ പ്രിയപ്പെട്ടവർ, ശ്രീ മാധവൻപാടി എന്ന ആ മഹാമനസ്കൻ ഞാൻ പരിചയപ്പെടുന്നത് അല്പകാലം മുമ്പാണ്. കോളേജിൽ 83-ന് ശേഷം വന്നവനാണ് ഞാൻ. അതിനു മുമ്പേ അദ്ദേഹം കോളേജിൽ നിന്ന് തിരിഞ്ഞു. ഒരു വട്ടം കൂടി എന്ന ഈ സംഘടനയിലൂടെ പരിചയപ്പെട്ട അദ്ദേഹം ഒരുപാട് മനസ്സിൽ അലിഞ്ഞുപോയ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനവും മനുഷ്യർ തമ്മിൽ സൗഹൃദ ബന്ധം നിലനിർത്തിക്കൊണ്ട് എല്ലായ്പ്പോഴും ചിരിയോടെ പുഞ്ചിരിയോടെ മുന്നോട്ട് പോകുന്നതാണ് ജീവിത വിജയം എന്ന് തെളിയിച്ച ഒരു മഹാവ്യക്തിയാണ് ശ്രീ മാധവൻപാടി. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാറക്കട്ട എന്ന സ്ഥലത്ത് ഒരു വീട് കുടികൂടലിന് വേണ്ടി എന്നെ ക്ഷണിക്കുകയും, പക്ഷെ ആ ക്ഷണം ഞാൻ ദിവസം മറന്ന് അന്നേ ദിവസം ഒരു 2-2:30 ആകുമ്പോൾ ആ വീട്ടുടമ വീണ്ടും എന്നെ വിളിക്കുന്നു, സാർ വന്നില്ല, ഇന്നാണ് കുടികൂടൽ. ഞാൻ പറഞ്ഞു ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു, ഞാൻ ഇനി ഒരു ദിവസം വരാം. പക്ഷെ അദ്ദേഹം സമ്മതിച്ചില്ല, ഇന്ന് തന്നെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വണ്ടിയെടുത്ത് പോയിട്ട് ആ വീട്ടിന്റെ മുറ്റത്തെത്തുമ്പോ ഒരാള് പൈപ്പ് പിടിച്ച് ഡ്രമ്മിൽ വെള്ളം നിറഞ്ഞു. അതായത് മാധവൻപാടി. ആ മാധവൻപാടിയുടെ ജ്യേഷ്ഠന്റെ വീട് കുടികൂടലിനായിരുന്നു എന്നെ ക്ഷണിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണ് അത് എന്ന് എനിക്കറിയില്ലായിരുന്നു. മാധവേട്ടൻ ഞാൻ വിളിച്ചപ്പോ മാധവേട്ടൻ ചോദിച്ചു, നീ എങ്ങനെയാ ഇവിടെ എത്തി? ഇത് എന്റെ ജ്യേഷ്ഠന്റെ വീടാണ്, നിന്നെ ക്ഷണിച്ചിരുന്നോ? സോറി, എനിക്ക് ക്ഷണിക്കാൻ പറ്റിയില്ല, ഞാൻ നമ്മുടെ കൂട്ടത്തിലുള്ള ആരെയും ക്ഷണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആ മാധവൻപാടി. എന്നിട്ട് എന്നെ നിർബന്ധിച്ച് അദ്ദേഹവും ഞാനും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞതാണ്. അതിനുശേഷം കാസർഗോഡ് കോളേജിൽ പഠിക്കുന്ന കാലത്ത്
അദ്ദേഹത്തിൻ്റെ ആ പുഞ്ചിരിയിൽ വശ്യമാവാതെ ഒരു വിദ്യാർത്ഥി അന്ന് ഈ കോളേജിനകത്ത് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ആടിമാറുമായിട്ട് കൂടുതൽ സൗഹൃദം ഉണ്ടായത് എൻ്റെ ഗൾഫിൽ ജീവിതത്തിൽ ഇടയിലായിരുന്നു. കാരണം ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ നിന്ന് സഹായങ്ങൾ വായിക്കുമായിരുന്നു. അങ്ങനെ എല്ലാ മാസവും അതിൻ്റെ വിവരങ്ങൾ എടുക്കാൻ വേണ്ടി കൂടി ടെറിട്ടറി മാനേജറിൽ ഓഫീസിൽ വരുമായിരുന്നു. ആ സമയത്താണ് ഞാൻ മാധവനുമായി കൂടുതൽ അടുത്തത്. അന്നാണ് ഞാൻ മാധവന്റെ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് എന്നെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ അടുത്തത് എൻ്റെ ഒരു സ്വന്തം ബന്ധു ക്യാൻസർ രോഗിയായി അവർ ചികിത്സിക്കുന്ന സമയത്ത് ലാസ്റ്റ് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങനെ നാട്ടിൽ കൊണ്ടുപോകണമെന്ന് സ്റ്റേജ് വന്നപ്പോൾ നാട്ടുകാരായ പല ആളുകളെയും സമീപിച്ചപ്പോൾ അത് ഈ വ്യക്തിക്കാണെന്ന് പറഞ്ഞപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഘട്ടത്തിൽ എനിക്ക് ഓർമ്മ വന്ന ആദ്യത്തെ മുഖം ശ്രീ പാടി മാധവൻ്റെയായിരുന്നു. ഞാൻ മാധവൻ രാത്രി 9 മണിക്ക് വിളിച്ചപ്പോൾ മാധവൻ എന്നോട് ചോദിച്ചു, നീ എവിടെ ഉള്ളത്? ഞാൻ ദുബായിലുണ്ട്. ഓക്കെ, നീ അവിടെ വെയിറ്റ് ചെയ്ത് നോക്കും, ഞാൻ വന്നേക്കാം. അതിനിടയിൽ പത്മനാഭൻ കേരള സോഷ്യൽ ചെയർമാൻ പുള്ളിയും കൂടെ ഒന്ന് ബന്ധപ്പെടുന്നു. ഞാൻ പുള്ളിയെ കൂടി ബന്ധപ്പെട്ട് രാത്രി തന്നെ വന്ന് രാവിലത്തെ ഫ്ലൈറ്റിൽ അയാളെ ഇങ്ങോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സജ്ജീകരണം ചെയ്തതെന്നാണ്. 2 വ്യക്തികളായി മാധവനും അന്ന് മുതലാണ് ഞാൻ പാടി മാധവൻ എന്താണെന്നും അദ്ദേഹം ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനം എന്താണെന്നും ശരിക്കും വിലയിരുത്തിയതും. അന്ന് മുതൽ ഞാൻ എൻ്റെ ഒരു സഹപാഠി എന്നതിനൊപ്പം ഇത്രയും ആരാധിക്കുന്ന ഒരു വ്യക്തിത്വം എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ വേർപാട് അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം എൻ്റെ പ്രാണം ഒന്നുകൂടി അർപ്പിച്ചുകൊണ്ടു. മാധവന്റെ മഹത്വത്തെ കുറിച്ച് ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ കുമാരനാശാൻ പറഞ്ഞിട്ടുള്ള വരികൾ. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. അങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിന് വേണ്ടി സ്വന്തം ജീവിതം ഉപകാരപ്പെടുത്തി സ്വന്തം ജീവിതം ധന്യമാക്കിയ വിവേകിയും മനുഷ്യസ്നേഹിയുമാണ് മാധവൻ. അതുപോലെ ഒരേ സമയം ഏറ്റവും ഉയരത്തിലുള്ള ആളുകളെയും അതുപോലെ ഏറ്റവും താഴെ നിലയിൽ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ അങ്ങനെയുള്ള സമൂഹം കാണുന്ന ആളുകളെയും ഒരേപോലെ. ഇപ്പോൾ ഗാന്ധിജിയെ കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിതയിലെ വരികളുണ്ടല്ലോ, പുൽകളും പുഴുക്കളും കൂടി കുടുംബക്കാർ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഒരേ സമയം നമ്മുടെ സംസ്ഥാനത്തെ വലിയ നേതാക്കന്മാര് വിദേശത്ത് പോയാൽ അവരെ സ്വീകരിക്കാൻ, അതേപോലെ എവിടെയെങ്കിലും അറിയപ്പെടാത്ത മനുഷ്യജീവികളുടെ വേദനകളിൽ താൻ ഇടപെട്ടാൽ എന്തെങ്കിലും പരിഹാരമുണ്ടാകുമോ എന്ന് അങ്ങോട്ട് ചെന്ന് അന്വേഷിച്ച് അതിന് ഇടപെടുകയും ചെയ്യുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ് മാധവൻ. ഞാൻ കവിതകളൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ എൻ്റെ കവിതകളെയും അദ്ദേഹം ഒരുപാട് പ്രോത്സാഹിപ്പിക്കുകയും ഭാവിയിൽ എവിടെയെങ്കിലും പ്രകാശനം ചെയ്യാനും മറ്റ് ഉള്ള സഹായങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഞാനും 4 വരി കുറിച്ചിട്ടുണ്ട് എന്നൊരു വായിക്കും വാടിയെക്കുറിച്ച്. അക്ഷരമെല്ലാം കൊഴിഞ്ഞ മരത്തിന്റെ ചോട്ടിൽ നിഴൽ കാത്തിരിക്കുകയാണ് ഞാൻ. അക്ഷരമെല്ലാം കൊഴിഞ്ഞ മരത്തിന്റെ ചോട്ടിൽ നിഴൽ കാത്തിരിക്കുകയാണ് ഞാൻ. നിന്നെക്കുറിച്ചുരിയാടാനുചിതമാം വാക്കൊന്നു തേടി തളരുകയാണ് ഞാൻ. നിന്നെക്കുറിച്ചുരിയാടാനുചിതമാം വാക്കൊന്നു തേടി തളരുകയാണ് ഞാൻ. മന്ദസ്മിതാഗ്രമാം നിൻ രൂപമെന്നുള്ളിൽ കാണും ശില പോൽ ഖനീഭവിക്കുമ്പോഴും കാറ്റുതട്ടുമ്പോൾ മുളങ്കാറ്റുണർത്തുന്ന നാദങ്ങൾ പോലും ചിരിയും മൊഴികളും പൊൻവെയിലേറ്റ ഹിമാലയം പോലെ അരിഞ്ഞുറിയാത്തതിൻ കാരുണ്യവും
വെള്ളിമുകിൽ നീലവാനിങ്കൽ എന്ന പൂവിൽ ഓരോ നിമിഷം വളരുന്ന സ്നേഹവും. വെള്ളിമുകിൽ നീലവാനിങ്കൽ എന്ന പൂവിൽ ഓരോ നിമിഷം വളരുന്ന സ്നേഹവും. നിന്റെ വാക്കിന്റെ മഹാഗീതയും ധർമ്മബോധത്താൽ കുതിക്കും രഥാശ്വവും. വാഴ്ത്തുവാൻ ഈ അഴൽ മരച്ചില്ലയിൽ വീണ്ടും ഹിരൺമയ വാക്കായി ഉണരുമോ? വാഴ്ത്തുവാൻ ഇന്നീ അഴൽ മരച്ചോട്ടിൽ നീ വീണ്ടും ഹിരൺമയ വാക്കായി ഉണരുമോ? നന്ദി. ആത്മാവിൽ നിത്യശാന്തി നേരുന്നു. നമസ്കാരം. പുഞ്ചിരി തൂകിയ നന്മ, അതിരുകളില്ലാത്ത കാര്യങ്ങൾ അകറ്റി നിർത്തി കൊട്ടിയടക്കാൻ ഇരുമ്പുവാദികളില്ലാത്ത മനസ്സ്, ഇതെന്റെ മാധവൻ. നന്മ മാധവൻ, കാരുണ്യൻ മാധവൻ, സ്നേഹം മാധവൻ. മാധവന്റെയും മുനീറിന്റെയും ആത്മാക്കൾക്ക് നിത്യശാന്തി.